ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ ദിയ കൃഷ്ണയെ പറ്റിയാണ്. ദിയ കൃഷ്ണയെ പറ്റി അധികം ഒന്നും പറയാനുണ്ടായിട്ടല്ല, പക്ഷെ ആൾക്കാർ ഇവരൊക്കെ വലിയ സെലിബ്രിറ്റീസ് ആയതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ അതങ്ങ് ചർച്ചയാക്കുന്നേ ഉള്ളൂ. ഓരോരുത്തർക്കും ഓരോ കാര്യത്തിൽ ഓരോ അഭിപ്രായമാണ്. അപ്പൊ ദിയ കൃഷ്ണ കുട്ടിയെ വളർത്തുന്നത് ശരിയല്ല എന്നും പറഞ്ഞ് അവിടെ പോയി നിറയെ കമന്റ് ഇട്ട് വെക്കും. സത്യത്തിൽ അത് എന്തിനാണെന്ന് ഞാൻ കുട്ടിക്ക് ആഹാരം കൊടുക്കുന്നത് ഇങ്ങനെ വീഡിയോ എടുത്തിടല്ലേ എന്നൊക്കെ പറഞ്ഞ് എല്ലാ കാര്യത്തിലും വളരെയധികം ഉപദേശമാണ്. കാര്യം ദിയ കൃഷ്ണ കുട്ടിയാണ്, അതിന് എല്ലാ കാര്യമൊന്നും അറിയില്ല. പക്ഷെ അവർക്ക് അവരുടെ അച്ഛനമ്മമാര്, അച്ഛമ്മ, അങ്ങനെ ഒത്തിരി ആൾക്കാരുണ്ട്, അമ്മായിമാരൊക്കെ. അവരൊക്കെ അല്ലെങ്കിൽ അശ്വിന്റെ അമ്മ, തമിഴ്നാട്ടുകാർക്ക് ഒന്നുകൂടെ പ്രസവ പരിചരണവും കുട്ടികളുടെ കാര്യങ്ങളും നമ്മളെക്കാട്ടും ഒന്നുകൂടെ അറിയാവുന്നവര്. അപ്പൊ അവരൊക്കെ പറഞ്ഞു. എന്നാലും മലയാളികൾ അവിടെ പോയി അത് കാണിക്കില്ലേ, ഇത് കാണിക്കില്ലേ. എന്നിട്ടോ ഓമിയെ കാണാതിരിക്കാനും മേലെ മലയാളികളിൽ പലർക്കും. അതൊരു കുഞ്ഞിന്റെ നമ്മുടെ ഒരു പ്രത്യേകത. നമ്മൾ കുറച്ച് ദിവസം എനിക്കും ഉണ്ടത്. കുറച്ചു ദിവസം ആ വീഡിയോ ഒരു കുഞ്ഞിന്റെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് കാണാനുള്ള ഒരു ഇത് വരും. വീണ്ടും നമ്മൾ എടുക്കും. ആ പിള്ളേരുടെ നിഷ്കളങ്കത, കുഞ്ഞു പിള്ളേര് ദൈവമാണെന്നല്ലേ പറയുന്നത്. അവരുടെ നിഷ്കളങ്കത്താണ് നമ്മളെ അങ്ങോട്ട് അങ്ങ് ആകർഷിപ്പിക്കുന്നത്. ഇപ്പൊ ഓമിയുടെ കാര്യത്തിൽ വലിയ ഉപദേശിച്ചപ്പോ ഇന്നാണ് ദിയാകൃഷ്ണ എന്ന് പറഞ്ഞു, ഞാനല്ലേ അവനെ പ്രസവിച്ചേ, എനിക്കറിയാം നോക്കാൻ എന്നുള്ള രീതിക്ക് പറഞ്ഞിട്ട് പോയി. ഇപ്പൊ അടുത്ത് അശ്വിന്റെ അമ്മ കേറി അമ്മയെന്ന് വിളിക്കുന്നില്ല. അത് സത്യത്തിൽ ജനങ്ങളുടെ ഭാഗത്ത് കുറച്ച് ന്യായമുണ്ട്. ഇവിടെ കേരളത്തില് അമ്മായി അമ്മ എന്ന് പറയുന്ന അതിന്റെ അകത്ത് ഒരു അമ്മ വന്നില്ലേ, അമ്മായി അമ്മ. അപ്പൊ അമ്മ കെട്ടിച്ചുവിടുന്ന സ്ത്രീകളെ സംബന്ധിച്ച് കല്യാണം കഴിഞ്ഞ് അവരെന്നാ ശരിക്കും കാവൽക്കാരെ, പെൺകുട്ടികളുടെ കാവൽക്കാരെ ആകുന്നുള്ളൂ യഥാർത്ഥത്തിൽ മാതാപിതാക്കൾ. കാരണം ഒരു 18 വയസ്സ് പണ്ട്, ഇപ്പൊ ആണ് ഒരു 22-23 വയസ്സ് വരെ നമ്മൾ അവരെ കാവൽക്കാരെ ആവുന്നുള്ളൂ, മറ്റൊരാളിൽ ഏൽപ്പിച്ചു കൊടുത്തു വിടുകയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് പണ്ടൊക്കെ അങ്ങ് ഉത്തരവാദിത്തം അങ്ങ് കഴിഞ്ഞ് ഇപ്പാണ് കുടുംബം 2 പിള്ളേരെ കാണുള്ളൂ. അങ്ങനെ ഏൽപ്പിച്ചു കൊടുത്തിട്ട് പിന്നെ തിരിഞ്ഞു നോക്കിയാലൊന്നുമില്ല. കൂടുതൽ പേരും തിരിച്ചു വന്ന് സ്വന്തം വീട്ടിൽ നിലയുറപ്പിച്ച് ഭർത്താവിനെ കൊണ്ട് നിലയുറപ്പിക്കാൻ പറ്റിയ നിലയുറപ്പിക്കും. ഇല്ലേ പിറ്റേ ദിവസം ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് ചാടാൻ പറ്റിയ ചാടും. ഇങ്ങനെയൊക്കെയാണ് ഇപ്പൊ കടന്നു പോകുന്നത്. എന്നാലും നമ്മൾ സ്വന്തം മാതാപിതാക്കളുടെ കൂടെ കഴിഞ്ഞതിനേക്കാൾ കൂടുതൽ കാലഘട്ടം കഴിയുന്ന ചിലപ്പോ ഒരുപക്ഷെ അമ്മായിയപ്പന്റെ അമ്മായിയമ്മയുടെ ഒക്കെ കൂടെയാണ്. ഏറ്റവും കൂടുതൽ അമ്മയെന്ന് വിളിക്കേണ്ടി വരുന്നത് അവരെയാണ്. ചിലപ്പോ സ്വന്തം അമ്മയെ പരിചരിച്ചതിനെക്കാട്ടും കൂടുതൽ നമ്മൾ പരിചരിക്കേണ്ടി വരുന്നതും അമ്മായിയമ്മയാണ്. പിന്നെ നമ്മുടെ ജീവിതം, നമ്മുടെ വീട് ഇതല്ല. ഇവിടെ പിന്നെ നമ്മൾ വിരുന്നുകാരാണ്. ജസ്റ്റ് ഒന്ന് വന്നു പോകാൻ 2 ദിവസം നിൽക്കാനാണ്. 3-ാം പക്കം നിന്ന് അയ്യോ എന്താണ് അവിടെ വല്ല പ്രശ്നമുണ്ടോ, പോണില്ലേ നാട്ടുകാർ ചോദിക്കും, അച്ഛനും അമ്മയും ചോദിക്കും. നമ്മൾ വെറും വിരുന്നുകാർ തന്നെയാണ്. പിന്നെ നമ്മുടെ സ്വന്തം വീടെന്ന് പറയാൻ നമുക്ക് വീടില്ല. നമ്മളെ കെട്ടിച്ചു വിട്ട ആ വീട് തന്നെയാണ് നമ്മുടെ വീട്. നമുക്ക് വീടില്ല. പിന്നെ അതാണ് ഇങ്ങനെ ഓരോ സ്ത്രീകളുടെ ഒരു കാര്യം അങ്ങനെയാ. അപ്പൊ ദിയ കൃഷ്ണ അശ്വിന്റെ അമ്മ കയറി അമ്മയെന്ന് വിളിക്കുന്നില്ലെന്നും എന്താന്നും പറഞ്ഞുള്ള ചോദ്യം വന്നതിന്റെ പകരമായിട്ട് ആ കുട്ടി കൊടുക്കുന്ന ഒരു മറുപടിയുണ്ട്. ആ മറുപടി ഇപ്പൊ വിവാദമായിട്ടുണ്ട്. അത് ചില മന്ത്രിമാർ ചെന്ന് നാക്ക് സ്ലിപ്പായിട്ട് ചെന്ന് പുലിവാലി പിടിക്കുന്ന പോലെ എനിക്ക് തോന്നിയുള്ളൂ. കാരണം കാര്യമൊക്കെ പറഞ്ഞു, അതൊക്കെ ഓക്കെ. ലാസ്റ്റ് ഒരു വാക്ക് പറഞ്ഞു, വഴി കൂടെ പോകുന്നവരെല്ലാം എനിക്ക് അങ്ങനെ അമ്മയെന്ന് വിളിക്കാൻ പറ്റില്ലെന്ന്. ആ ഒരു വാക്കിലാണ് വിവാദം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ആ വാക്ക് ഒഴിവാക്കിയ ബാക്കിയൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാം എന്നേ പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഒന്ന് കേൾക്കാം. പിന്നെ കുറെ പേര് അഫ്കോഴ്സ് ഞാൻ സ്ഥിരം അശ്വിന്റെ ഫാമിലിയുള്ള വ്ളോഗ് എടുക്കുമ്പോൾ അതിന്റെ അടിയിൽ വന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം, എന്താ അശ്വിന്റെ അമ്മ എന്ന് പറയുന്നത്, അമ്മ എന്ന് വിളിച്ചുകൂടെ എന്നുള്ളത്. നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾ എത്രത്തോളം പേരാണ് നിങ്ങളുടെ ഹസ്ബൻഡിന്റെ അമ്മേനെ അമ്മ എന്ന് വിളിക്കുന്നതോ മമ്മി എന്ന് വിളിക്കുന്നതോ ആന്റി എന്ന് വിളിക്കുന്നത്, അതൊന്നും എനിക്കറിയത്തില്ല. എല്ലാവർക്കും അവരവരുടെ ഇഷ്ടങ്ങളാണ്. ഞാൻ അശ്വിന്റെ അമ്മ അല്ലെങ്കിൽ ആന്റി എന്ന് വിളിക്കുന്നത് ആന്റിക്ക് ഒരു കുഴപ്പമില്ല. ഷീസ് സോ ഹാപ്പി ദാറ്റ് ഞാൻ അങ്ങനെ വിളിക്കുന്നതില്. എനിക്ക് അമ്മ എന്ന് വിളിക്കാൻ മരുതൻകുഴി വീട്ടിൽ ഒരാൾ ഇരിപ്പുണ്ട്. പുള്ളിക്കാരിയുടെ പേരാണ് സിന്ധു കൃഷ്ണകുമാർ. അപ്പൊ ആ പുള്ളിക്കാരിനെ അല്ലാതെ എനിക്ക് വഴി നിൽക്കുന്ന എല്ലാവരെയും അമ്മയെ അച്ഛന്നൊന്നും എനിക്ക് വിളിക്കാൻ പറ്റില്ല. എന്റെ അച്ഛൻ കൃഷ്ണകുമാറാണ്, എന്റെ അമ്മ സിന്ധു കൃഷ്ണയാണ്. അശ്വിന്റെ അമ്മയാണ് മീനാക്ഷി, അശ്വിന്റെ അച്ഛനാണ് ഗണേഷ്. അപ്പൊ അശ്വിൻ ഒരിക്കലും വന്ന് എന്റെ അമ്മയെ കണ്ടിട്ട് അമ്മേ അല്ലെങ്കിൽ എന്റെ അച്ഛനെ കണ്ട അച്ഛാ എന്ന് വിളിക്കത്തില്ല. അങ്ങനെ വിളിച്ചാൽ ഞാനും ചോദിക്കുന്നത് എനിക്ക് ഭ്രാന്താണോന്നേ ഞാൻ ചോദിക്കത്തുള്ളൂ. അയാൾ അങ്ങനെ വിളിക്കത്തില്ല, കാരണം തോന്നിയിട്ടില്ല. അയാൾ എന്റെ അച്ഛനെ വിളിക്കുന്ന അങ്കിളെന്നും അമ്മയെ വിളിക്കുന്ന ആന്റിന്നുമാണ്. പക്ഷെ അത് ഇന്നേ വരെ ആരും കണ്ടിട്ടില്ല, ചോദിച്ചിട്ടില്ല. അതെന്താന്ന് എനിക്ക് അറിയത്തില്ല. എല്ലാവർക്കും അവരവരുടെ അമ്മ അച്ഛനൊക്കെ ഉണ്ടല്ലോ, അവരെയൊക്കെ വിളിച്ചാൽ മതി. ഇനി ഇല്ലാന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവരെ പോയി വിളിച്ചോളൂ. അപ്പൊ ആൾക്കാരിപ്പൊ ചോദിക്കുന്ന വഴി നിൽക്കുന്ന ആളാണോ അശ്വിന്റെ അമ്മ എന്ന. പിന്നെ നമ്മുടെ കേരളത്തിലെ സംസ്കാരം അനുസരിച്ച് നമ്മൾ അമ്മയെന്ന് വിളിക്കും. പിന്നെ ഇങ്ങനെ അമ്മയെന്ന് വിളിക്കാൻ എന്താ കാവിലെ ഭഗവതിയാണോ എന്നുള്ള രീതിയിലൊക്കെ ദിയാകൃഷ്ണ ചോദിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല. ആ കുട്ടിക്ക് ആ പ്രായത്തിന്റെ ഒരു ഇതില്ലാണ്ടാണ്. നമ്മൾ മുതിർന്ന ഒരു അമ്മയുടെ പ്രായം അല്ലെ അതിൽ കൂടുതലുള്ള ആൾക്കാരെ നമ്മൾ ഇപ്പൊ വഴിയെ കൂടെ പോകുമ്പോൾ പുള്ളിക്കാരത്തിൽ നിന്ന് നടക്കാൻ ബുദ്ധിമുട്ടി പോവുകയാണെങ്കിൽ നമ്മളൊന്ന് ഹെൽപ്പ് ചെയ്യുകയാണെങ്കിലും നമ്മൾ അവരെ വിളിക്കുന്ന അമ്മയെന്നായിരിക്കും. അവര് നമ്മളെ 10 മാസം ചുവന്ന് പ്രസവിച്ചിട്ടല്ല നമ്മൾ അമ്മയെന്ന് വിളിക്കുന്നത്. അത് അവർക്ക് കൊടുക്കുന്ന റെസ്പെക്റ്റും അവരോട് കാണിക്കുന്ന കാരുണ്യവും അവരോട് കാണിക്കുന്ന സ്നേഹവും എല്ലാം കൂടെ കൂടിയ ഒരു വാക്കാണ് ഈ അമ്മ എന്ന വാക്കിന്. ഒത്തിരി അർത്ഥങ്ങളുണ്ട്, അതറിയാലോ. അങ്ങനെയാണ് നമ്മൾ അമ്മ എന്ന് വിളിക്കുന്നത്. നമുക്കും അറിയാം അവര് നമ്മുടെ അമ്മയല്ല.
കേൾക്കുന്ന അവർക്കും അറിയാം നമ്മൾ മകളല്ലെന്ന്. പക്ഷെ എന്നാലും നമ്മൾ അവരെ ചിലപ്പം അമ്മ എന്ന് വിളിക്കും. അമ്മയ്ക്ക് എവിടെയാ പോകണ്ടേ, അല്ലെ അമ്മയുടെ വീട് എവിടെയാ, ഇങ്ങനെയൊക്കെ ചോദിക്കും. അമ്മ എന്ന് തന്നെ വിളിക്കും. അത് നമ്മുടെ കേരളത്തിന്റെ പൈതൃകവും സംസ്കാരവും ഒക്കെ കൂടെ പോകുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ അല്ലെ ഇങ്ങനെ അർത്ഥമില്ലാത്ത കാര്യങ്ങളും കേരളീയർ ചെയ്യാറുണ്ട്. ഇപ്പൊ അമ്പലത്തിൽ പോയിട്ട് ഒരു പെൺകുട്ടി ഇറങ്ങി വരുന്നു, അമ്പലത്തിൽ നിന്ന് ഇറങ്ങി വരുന്നു, നെറ്റി ചന്ദനക്കുറിയുണ്ട്, കയ്യിൽ പ്രസാദം ഉണ്ടെങ്കിലും വഴിയിൽ വെച്ച് കാണുന്ന ഒരാള് എവിടെ പോയതാ എന്നൊക്കെ ചോദിക്കും. മനസ്സിലാവും എവിടാ, അല്ലെ പള്ളിയിൽ പോയിട്ട് വരുന്നത്, ഞായറാഴ്ച പള്ളിയിൽ പോയിട്ട് വരുന്നവരോടും എവിടെ പോയതാ, പള്ളിയിൽ പോയതാണോ, അല്ലെ എവിടെ പോയതാ, അമ്പലത്തിൽ പോയത്, അങ്ങനെ അർത്ഥമില്ലാത്ത ചോദ്യങ്ങൾ ഒരു കുശലത്തിന്റെ പുറത്തൊക്കെ നമ്മൾ ചോദിക്കും. ഇതൊക്കെ നമ്മുടെ സംസ്കാരമായിട്ട് ചേർന്ന് പോകുന്ന കുറെ കാര്യങ്ങളെ. പക്ഷെ അതിനെ കീറി മുറിച്ച് വിശകലനം ചെയ്ത് അതിൻ്റെ അകത്തൊക്കെ മണ്ടത്തരങ്ങൾ ഉണ്ടാവും. നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും മണ്ടത്തര. അപ്പൊ ഈ കുട്ടി ദിയാകൃഷ്ണ ഇതിന്റെ അകത്ത് ആന്റിന്നേ വിളിക്കുള്ളൂ എന്നുള്ള രീതി പറയുന്നുണ്ട്. വിവാഹത്തിന് മുന്നേ അവിടെ പോവുമായിരുന്നു, എപ്പോഴും പോവുമായിരുന്നു, ആദ്യകാലത്ത് ഫ്രണ്ട്സ് ആണെന്നാണ് അവര് ഓർത്തിരുന്നത്. പിന്നീടാണ് അവര് പ്രണയമാണെന്ന് അവര് തന്നെ തിരിച്ചറിയുന്നത്. ആ കാലത്ത് പോവുമായിരുന്നു. ഇതിന്റെ അകത്ത് പറയുന്നുണ്ട് മീനമ്മ മീനമ്മ എന്നും പറഞ്ഞ് എന്തായിരുന്നു വിളി, അത് കഴിഞ്ഞ് ഇപ്പോഴാണല്ലോ വിളിക്കാതായത്. ഇതൊന്നും പ്രശ്നമല്ല, വിളിക്കുന്നതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. അത് നമ്മുടെ ആ ഒരു നമുക്ക് മനസ്സിന്ന് തോന്നണം. ചുമ്മാ കയറി ആരെങ്കിലും വിളിക്കുന്ന കേട്ടിട്ട് അമ്മ എന്ന് വിളിച്ചതിനെ കാര്യമില്ല. അമ്മ എന്ന് വിളിക്കണമെന്ന് നമുക്ക് തോന്നിയാൽ നമ്മുടെ മനസ്സിൽ നിന്നൊരു ഇത് തോന്നണം, എന്നാലേ അത് വിളിക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഇത് പറഞ്ഞതിന്റെ അകത്ത് ഒരു കുഴപ്പമില്ല. ആ വഴി കൂടി പോകുന്നവരെല്ലാം അമ്മ എന്ന് വിളിക്കാൻ പറ്റില്ല, സിന്ധു കൃഷ്ണ മാത്രമേ വിളിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ ആ ഒരു വാക്കാണ്. അത് വേണമെങ്കിൽ ഒഴിവാക്കായിരുന്നു. അത് പറയുമ്പം അത് കേട്ടിരിക്കുന്ന അവർക്ക് പ്രശ്നമില്ല എന്ന് ദിയാകൃഷ്ണ പറഞ്ഞാലും അത് കേട്ടിരിക്കുന്ന അശ്വിന്റെ അമ്മയ്ക്ക് അത് പ്രശ്നം തോന്നും. കാരണം വഴിയെ കൂടെ പോകുന്ന ഒരാളുടെ സ്ഥാനേ ഉള്ളോ എനിക്ക് എന്ന് വേണമെങ്കിൽ ചിന്തിക്കാം. ഇത് നാക്ക് സ്ലിപ്പായതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പറഞ്ഞു ഇങ്ങനെ ഈ ആവേശം കൂടി പറഞ്ഞു കഴിയുമ്പോൾ അങ്ങ് വിശദീകരണം കൂടി വന്നപ്പോൾ വന്ന ഒരു നാക്കുപിഴയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും അവര് ബന്ധത്തിൽ അവരൊരു കുഴപ്പമില്ല. രാവിലെ ബ്രേക്ക്ഫാസ്റ്റും എല്ലാം കൊടുത്ത് അവർ ഇങ്ങോട്ട് നല്ലോണം സ്നേഹിച്ച് നിൽക്കുന്നു, ഇവർ അങ്ങോട്ടും സ്നേഹിച്ച് നിൽക്കുന്നു. പിന്നെ ഈ പറഞ്ഞത് ശരിയല്ല, ഇനി ദിയയുടെ ഉള്ളില് അതിനുള്ള സിന്ധു കൃഷ്ണയാണ് അമ്മ, വേറൊരാളെ അമ്മയായിട്ട് കാണുന്നില്ല. അമ്മയായിട്ട് കണ്ടാൽ മാത്രമേ അമ്മ എന്ന് വിളിക്കൂ എന്നുള്ള അർത്ഥത്തിലാണ് ഇപ്പൊ സംസാരിച്ചു വെച്ചിരിക്കുന്നത്. അമ്മ ആയിട്ട് കാണാൻ പറ്റിയാൽ മാത്രമേ അമ്മയെന്ന് വിളിക്കുള്ളൂ. അശ്വിന്റെ അമ്മയായിട്ടാണ് കാണുന്നത്. അപ്പൊ പിന്നെ ആന്റിന്നോ അശ്വിന്റെ അമ്മയെന്നേ പറയുള്ളൂ. സ്വന്തം അമ്മയെ മാത്രമേ അമ്മയായിട്ട് കാണുള്ളൂ. വഴിയെ കൂടെ പോകുന്ന എല്ലാരെയും കാണാൻ സൗകര്യമില്ല. പിന്നെ ഇനി ഓമി കല്യാണം കഴിച്ച് പോയിട്ട് ഓമിയുടെ അമ്മായിയമ്മയെ കയറി അമ്മയെന്ന് വിളിച്ചാൽ ഇഷ്ടപ്പെടില്ല. അത് വളരെ സ്വാർത്ഥത ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ജനം ചോദിക്കുന്നുണ്ട് അത് തീരുമാനിക്കാൻ ദിയക്ക് എന്താ അവകാശം, അത് ഓമിയല്ലേ തീരുമാനിക്കേണ്ടെന്ന് ചോദിക്കുന്നുണ്ട്. ജനങ്ങൾക്ക് പിന്നെ വേറെ പണിയില്ലല്ലോ. അതല്ല ഇപ്പൊ നാളെ ഓമി കല്യാണം കഴിച്ച് വേറെ എങ്ങോട്ടെങ്കിലും പോകുന്നു. അപ്പൊ ഓമിയുടെ വൈഫിന്റെ അമ്മേനെ ഓമി ചെന്ന് അമ്മ എന്ന് വിളിച്ചാൽ ഞാൻ അവനോട് ചോദിക്കും അപ്പൊ ഞാൻ ആരെന്ന് ഞാൻ ഉറപ്പായിട്ടും ചോദിക്കും. എനിക്കിപ്പോ ഓമി വേറൊരാളെ പോയി അമ്മ എന്ന് വിളിച്ചാൽ എനിക്ക് സ്ട്രെസ് ആവും. എനിക്ക് എന്നെ മാത്രം വിളിച്ചാൽ മതി, അമ്മ വേറെ ആരെയും വിളിക്കുന്നത് എനിക്ക് ഇഷ്ടപ്പെടത്തില്ല. അപ്പൊ അതേപോലെ തന്നെ ഇപ്പൊ അശ്വിന്റെ അമ്മയ്ക്കായാലും എന്റെ അമ്മയ്ക്കായാലും എല്ലാവർക്കും അവരവരുടെ പിള്ളേർ അമ്മ എന്ന് വിളിക്കുന്നതായിരിക്കത്തില്ല ഇഷ്ടം. എല്ലാരും കൂടെ വന്നിട്ട് അമ്മയെന്ന് വിളിക്കാൻ കാവിലെ അമ്മയൊന്നും അല്ലല്ലോ. അപ്പൊ ആ പറഞ്ഞത് കേട്ടോ, കാവിലെ അമ്മയൊന്നും അല്ലല്ലോ എന്ന് അമ്മയെന്ന് വിളിക്കാൻ. ഓസി ആ ഒരു വാചകവും അങ്ങനെ പറയുമ്പം അതിന്റെ അകത്ത് കേൾക്കുന്നവർക്ക് ഒരു അഹങ്കാരം ഫീൽ ചെയ്യില്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇങ്ങനെ ഈ വഴിക്കുള്ള പോകുന്നവരെ അമ്മയെന്ന് വിളിക്കുമോ, അല്ലെ കാവിലെ ഭഗവതി ഒന്നും അല്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ ഒരു അഹങ്കാരം ഫീൽ ചെയ്യുന്നുണ്ട്. ഇല്ല എന്നില്ല, ശരിക്കും ഉണ്ട്. അപ്പൊ ഇവരെയൊക്കെ ഇഷ്ടപ്പെടുന്ന വ്യക്തികളാണ് ഇവരുടെയൊക്കെ ചാനലിൽ കാണുന്നത്. അപ്പം അവർക്ക് അവരെ ഇഷ്ടം കൊണ്ടാണ്. ഇപ്പൊ ഈ സിനിമയിലുള്ളവരോടാണെങ്കിലും ഇങ്ങനെയൊന്നും പോലും ഈ ഫാമിലി ബ്ലോഗിന്റെ ഒരു പ്രത്യേകത, ഫാമിലി ബ്ലോഗ് ആയിട്ടിടുന്നവരുടെ ഓരോ ചാനലും നിരീക്ഷിച്ച് അവരെ ഇഷ്ടപ്പെടുന്നവരാണ്. അപ്പൊ ഇവരുടെ ഇഷ്ടത്തിനനുസൃതമല്ലാതെ പെരുമാറുമ്പോഴത്തേന് ജനങ്ങൾ കണ്ടമാന ഉപദേശവും ഇവരുടെ ജീവിതത്തിലേക്ക് ഇവരുടെ പ്രൈവസിയിലേക്ക് ഇടിച്ചു കയറ്റമാണ് ജനങ്ങൾ ചെയ്യുന്നത്. അപ്പൊ അവർക്ക് അത് ഇഷ്ടപ്പെടുകയില്ല. ഇങ്ങനെയാണ് ഇവിടെ സോഷ്യൽ മീഡിയ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒത്തിരി പേര് ഈ അശ്വിന്റെ അമ്മയെന്ന് വിളിക്കുന്നത് എങ്ങനെയെന്ന് ചോദിച്ചപ്പോഴാണ് ദിയക്ക് ദേഷ്യം വരുന്നത്. പക്ഷെ ജനങ്ങളുടെ ഒരു അവസ്ഥ എന്താ വെച്ചാൽ അവരെ ഇഷ്ടപ്പെടുന്ന ഒരു കുട്ടിയാണ് ഓമിയ. ഭയങ്കര സ്നേഹമാണ് മലയാളത്തിൽ ഇപ്പൊ കേരളത്തിൽ ഇപ്പൊ ജനങ്ങൾക്ക് ഓമിയ. പേളിമാണിയുടെ കുട്ടിയെക്കാട്ടും ഇഷ്ടമാണ്. അപ്പൊ അങ്ങനെയുള്ളപ്പോ ആ ഒരു ഇഷ്ടം ദിയയോടും അശ്വിനോടും എല്ലാം ഉണ്ട്. അശ്വിനെ അല്ല ഓമിക്ക് ഏറ്റവും ഇഷ്ടം കൃഷ്ണകുമാറിനെ. അത് കണ്ടാൽ നമുക്ക് മനസ്സിലാവും. അങ്ങനെ അപ്പൊ ജനങ്ങൾ ഇപ്പുറത്ത് കമന്റ് ഇടും, അല്ല അവന്റെ അച്ഛനെയാ ഇഷ്ടം എന്നും പറഞ്ഞ് ഇപ്പുറത്ത് കമന്റ് ഇടും. അത് കേൾക്കുമ്പോൾ അവർക്ക് ദേഷ്യമാവും. അപ്പൊ ഇവര് ജനങ്ങൾ കണ്ടമാനം അവരുടെ ലൈഫിലേക്ക് ഇടപെടും. അത് സ്നേഹത്തിന്റെ പേരിലായിരിക്കാം എന്ന് തോന്നുന്നു. പക്ഷെ അവര് നോക്കുമ്പോൾ അവരുടെ ജീവിതത്തിലേക്ക് ഇടിച്ചു കയറുന്നവരെ. ഇനി കമന്റ് വായിക്കാം. ഇവളുടെ ഈ അഹങ്കാരവും കൊണ്ടാണ് മറ്റവൻ പോയത്. അശ്വിൻ പെട്ടെന്നൊരു മരവാഴ സ്വന്തം അമ്മയെ പറഞ്ഞിട്ടും മിണ്ടാതിരിക്കുന്നു. ഇങ്ങനെയൊക്കെ കമന്റ് ഇടുന്ന കമന്റ് വായിക്കുന്നതാണ് ദിയാകൃഷ്ണ പിന്നെ പ്രതികരിക്കുന്നതിന്റെ കാര്യം. മദേഴ്സ് ഡേ വ്ളോഗിൽ കൂടി ഒരാൾക്ക് സമൂഹത്തിന് കൊടുക്കാൻ പറ്റിയ നല്ല ഒരു മെസ്സേജ്. കഷ്ടം, ഭർത്താവിന്റെ അമ്മയെ
അച്ഛനെ എന്ത് വിളിക്കണമെന്നൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. പക്ഷെ നാം ഉപയോഗിക്കുന്ന വാക്കുകൾ മറ്റുള്ളവർക്ക് ഉണ്ടാക്കുന്ന വിഷമം ഇപ്പോൾ മനസ്സിലാവില്ല. അതറിയണമെങ്കിൽ അവരുടെ സ്ഥാനത്ത് നമ്മൾ വരണം. കർമ്മയിൽ വിശ്വസിക്കും, കിട്ടും, ഒട്ടും കുറയാതെ തന്നെ. ഈ പറഞ്ഞ അഹങ്കാരത്തിന് താനെന്ന ഭാവം ഒരാളുടെ നാശത്തിനാണ്. ആ വഴിയിൽ നിന്നുള്ള പ്രയോഗമേ ഉള്ളൂ അതിൻ്റെ അകത്ത്. ബാക്കിയെല്ലാം നമ്മൾ നമ്മുടെ സ്റ്റാൻഡാണ് വിശദീകരിക്കുന്നത്. എന്റെ സ്റ്റാൻഡ് അങ്ങനെയാണ് എന്ന് പറയാം. ഓരോരുത്തർക്കും വ്യക്തിത്വം ഇല്ലേ, അത് നല്ലത് മറ്റൊരാൾക്ക് നല്ല അത് ശരിയല്ല എന്ന് തോന്നിയ എല്ലാരെയും ഇഷ്ടപ്പെടുത്തി ആർക്കും ജീവിക്കാൻ പറ്റില്ല. ആ കുട്ടി പറഞ്ഞ ആ കുട്ടിയുടെ സ്റ്റാൻഡാണ് അത്. ആ സ്റ്റാൻഡ് നല്ലതോ ചീത്തയോ എന്തുവാട്ടെ, പക്ഷെ ആ ഒരു വാക്കാണ്. അപ്പൊ എന്ത് പറ്റിയെന്ന് വെച്ചാൽ വഴി കൂടി പോകുന്ന ആളെ പോലെ അശ്വിന്റെ അമ്മ ഉപമിച്ചു. പക്ഷെ ഉപമയൊന്നും അറിഞ്ഞു വന്നതല്ല, ഓട്ടോമാറ്റിക്കലി വന്നു പെട്ടതാണ്. ഇനി ഉള്ളിന്റെ ഉള്ളിലെ ആ ഒരു ഭാവത്തിൽ നിന്ന് വന്നതാവാം. ആ വഴിയിൽ നിൽക്കുന്ന സ്ത്രീ പ്രസവിച്ച മോനാ അശ്വിൻ. അതാണ് ഇപ്പോൾ നിന്റെ ഭർത്താവ്, അത് മറക്കരുത്. ഓമിയുടെ മുത്തശ്ശിയാണല്ലോ അതെന്ന ഓർമ്മ ഉണ്ടായാൽ മതി. ദിയ, നിങ്ങൾ അശ്വിന്റെ അമ്മയെ ആന്റി എന്നോ പേരോ എന്ത് വേണമെങ്കിലും വിളിച്ചോളൂ. പക്ഷെ വഴിയിൽ പോകുന്നവരെ അമ്മ എന്ന് വിളിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞില്ലേ, അത് വളരെ മോശമായിപ്പോയി. കാരണം അവർ നിനക്ക് വഴിയെ പോയതല്ല, നിന്റെ ഭർത്താവിനെ പ്രസവിച്ച് വളർത്തി നിനക്ക് തന്ന സ്ത്രീയാണ്. അത് ഓർമ്മ വേണം. ആ ഒരു കമന്റ് ഒക്കെ നല്ലതാണ്. ഇന്നത്തെ കാലത്തെ പെൺകുട്ടികൾക്കാവൊന്നും അറിയില്ല. അവരെന്തോ ചന്തയിൽ പോയി പൈസ കൊടുത്ത് മേടിച്ചുകൊണ്ട് വന്ന ഒരാളാണ് അവരുടെ ഭർത്താവ്. അവരുടെ ഭർത്താവിന് ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അവരെ ഭർത്താവിനെ പൊന്നുപോലെ വളർത്തിയ പേരൻസ് ഉണ്ട്. അവൻ ആ പേരൻസിനെ അതുപോലെ സ്നേഹമുണ്ട്. അപ്പൊ അവൻ സ്നേഹിക്കുന്ന പേരൻസിനെ അത്ര ഇല്ലേലും കുറച്ച് താഴെ നിന്നേലും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും വേണം. ഇതൊന്നും പുതിയ തലമുറയോട് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. അമ്മായി അമ്മയെ കൂടാതെ അത്ര അടുപ്പമില്ലാത്ത ഫ്രണ്ട്സിന്റെ അമ്മമാരെ പോലും അമ്മ എന്ന് വിളിക്കുന്ന നമ്മളോടൊക്കെ വല്ലാത്ത ബഹുമാനം തോന്നുന്നു എന്ന്. ഈ പ്രായമുള്ള ആൾക്കാരെ മലയാളികൾ അമ്മ എന്ന് വിളിക്കുക. അതിപ്പോ നമ്മളെ പ്രസവിച്ച അമ്മ വേണമെന്നോ, വഴി കൂടെ പോയതാണ്, വഴി കൂടെ പോകുന്നവരെയാണെങ്കിലും വഴി കണ്ടാലും അമ്മ എന്ന് വിളിക്കും. കൂട്ടുകാരുടെ അമ്മമാരെ അമ്മ എന്ന് വിളിക്കും, അല്ലെ അവരുടെ പേര് കൂട്ടിയ അമ്മ എന്ന് വിളിക്കും. ഇതൊക്കെ സ്വാഭാവികമാണ്. ഓമി വളരുമ്പോൾ അവന്റെ ചോയ്സാണ് വൈഫിന്റെ അമ്മയെ എന്ത് വിളിക്കണമെന്ന്. ദിയ കല്യാണത്തിന് മുന്നേ വരെ അമ്മ എന്ന് പറയുന്നത് മാത്രം കേട്ടാണോ മുന്നോട്ട് പോയത്. സോ ഓമി വിൽ ഡു ദ സെയിം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ മറുപടി ജനങ്ങൾ കൊടുക്കുന്നുണ്ട്. ഇത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ആദ്യമേ തന്നെ വീണ്ടും പറയാം. പിന്നെ ദിയയുടെ സ്റ്റാൻഡ് എന്താണോ അതാണ് ആ കുട്ടി വിളിച്ചത് പറഞ്ഞത്. അത് നല്ലതോ ചീത്തയോ എന്നുള്ളത് നിങ്ങൾ എങ്ങനെ എടുക്കുന്ന ആ കുട്ടിക്ക് മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെ പറയുമ്പോൾ ഒരു സോഷ്യൽ മീഡിയ സമൂഹത്തിലേക്ക് മദേഴ്സ് ഡേയിലൊക്കെ ഇടുന്ന ഒരു വ്ളോഗില് ഇതുപോലെ ഒരു മെസ്സേജ് ഇടുമ്പോൾ അതിന്റെ അകത്തുകൂടെ കൂടി കൊടുക്കുന്ന വഴിയിൽ നിൽക്കുന്ന ഒരു സ്ത്രീക്ക് തുല്യമായിട്ട് ഉപമിച്ച നാക്ക് സ്ലിപ്പായി തന്നെ വന്നതായിരിക്കാം. എന്നാലും അങ്ങനെ കരുതി പറയുന്നത് അത് അത്ര ശരിയല്ല. അപ്പൊ നാട്ടുകാർ അതിന് മറുപടി കൊടുക്കുന്നതിന് കുഴപ്പമില്ല. അത് അവർക്ക് പ്രശ്നമല്ല. അതുകൊണ്ടാണല്ലോ അതിന്റെ മറുപടിയൊന്നും വരാത്ത. അപ്പൊ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം.